പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. കോഴിക്കോട് പേരാമ്പ്രയിൽ ജനവാസ മേഖലയിൽ ഭീതി പടർത്തി കാട്ടാന. ആന ജനവാസ മേഖലയിൽ തുടരുകയാണ്. പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡോക്ടർ അരുൺ സഖറിയുടെ നേതൃത്വത്തിലുള്ള സംഘം പേരാമ്പ്രയിലേക്ക് തിരിച്ചു. ആനയെ മയക്കുവെടി വെക്കേണ്ട സാഹചര്യമില്ലെന്നാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പറയുന്നത്. സാഹചര്യം വഷളായാൽ മാത്രം മയക്കുവെടി വെക്കുന്ന കാര്യം പരിഗണിക്കാനാണ് തീരുമാനം. വിവരങ്ങളുമായി ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് പേരാമ്പ്രയിൽ നിന്ന്. ഷഹദ്, ഇപ്പോഴും ആന അവിടെ തുടരുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടല്ലോ. നിലവിലെ സാഹചര്യം എന്താണ്? ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആന വരാൻ സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്ന ഭാഗത്താണ്. കാരണം ഇപ്പോൾ ഇതിന് തൊട്ട് സമീപത്തായുള്ള ഒരു വീടിന്റെ മുറ്റത്താണ് ഇപ്പോൾ ആന ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വരും എന്നുള്ളതാണ്. കാരണം അത് പറയാനുള്ള കാരണം പ്രധാനമായിട്ടും നമ്മൾ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോഴും ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഇതിന് തൊട്ടുള്ള ഒരു വീടിന്റെ മുറ്റത്താണ് ഇപ്പോൾ ആന ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ അങ്ങനെ വരും എന്നുള്ളതാണ്. കാരണം അത് പറയാനുള്ള കാരണം പ്രധാനമായിട്ടും കഴിഞ്ഞ മണിക്കൂറിലൊക്കെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോഴും ആ വഴിക്കാണ് ആന ഇപ്പോൾ കോഴിക്കോട് പേരാമ്പ്രയിലാണ് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയത്. ആന ഇപ്പോൾ ജനവാസ മേഖലയിൽ തുടരുകയാണ്. എന്തായാലും പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അരുൺ സഖറിയുടെ നേതൃത്വത്തിലുള്ള സംഘം പേരാമ്പ്രയിലേക്ക് തിരിച്ചിട്ടുണ്ട്. നിലവിൽ ആനയെ മയക്കുവെടി വെക്കേണ്ട സാഹചര്യം ഇല്ലെന്നാണ് പറയുന്നത്. എന്തായാലും പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണം. ഒരു ഭീതിയുടെ സാഹചര്യമുണ്ട് എങ്കിൽ കൂടി ഇപ്പോൾ ചൂട് കനക്കുന്ന ഒരു സാഹചര്യമാണ്. ആന പുറത്തേക്ക് ഇറങ്ങാൻ അല്ലെങ്കിൽ വീണ്ടും ജനവാസ മേഖലയിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഷഹദ് റഹ്മാൻ തുടരുന്നുണ്ട് എന്ന് കരുതുന്നു. ഷഹദ്, നിലവിലെ സാഹചര്യം തുടർന്നോളൂ. കീർത്തന, നിലവിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ആന വന്ന വഴിയിൽ തന്നെയാണ്. കാരണം ആന ഇതുവഴി തന്നെ ആയിരിക്കും തിരിച്ചു പോവുക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ വനംവകുപ്പ് പ്രതീക്ഷിക്കുന്നത്. അതനുസരിച്ച് ഒരു ഭാഗത്താണ് നമ്മൾ എല്ലാവരും ഇപ്പോൾ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ RRT സംഘവും ഒക്കെ ഇവിടെ ഇപ്പോൾ ഉണ്ട്. അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആനയ്ക്കൊപ്പം ഒരു മൂന്നോ നാലോ ആളുകൾ ഉദ്യോഗസ്ഥരുണ്ട്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് ആനയെ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത് ലൊക്കേറ്റ് ചെയ്യുന്നതിനപ്പുറത്ത് ആനയ്ക്കൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ ഇത്തരത്തിൽ മയക്കുവെടി വെക്കാനുള്ള, അത്യാവശ്യമാണെങ്കിൽ മയക്കുവെടി വെക്കാനുള്ള സംവിധാനങ്ങളുമുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചിരിക്കുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട്, ഇന്ന് ഓണം ആയതുകൊണ്ട് വലിയ രീതിയിൽ ആളുകളുണ്ട്. അപ്പോൾ ആളുകൾ ഉള്ളതുകൊണ്ട് കാരണം അത് വലിയ രീതിയിലുള്ള ഒരു പാനിക് ആകുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. കാരണം ആളുകളൊക്കെ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബഹളം വെക്കുന്ന ഒരു സാഹചര്യം ഒക്കെയുണ്ട്. പ്രത്യേകിച്ച് ഇത് ജനവാസ മേഖലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് വീടിന് മുറ്റത്താണ് ഇപ്പോൾ ആന നിൽക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ആന വന്ന് നിൽക്കുന്നത് തന്നെ ആളുകളെ സംബന്ധിച്ച് ഭയങ്കര ആശങ്കയ്ക്ക് ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആശങ്കയാണ് ആളുകൾ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ റോട്ടിലൊക്കെ വലിയ രീതിയിൽ ആളുകൾ പലയിടങ്ങളിലായി കേന്ദ്രീകരിച്ച് തിങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അരുൺ സഖറിയുടെ ഉൾപ്പെടെയുള്ള സംഘം ഇങ്ങോട്ടേക്ക് പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ മണിക്കൂറിൽ അവരോട് പുറപ്പെടാനുള്ള നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ RRT സംഘവും അതുപോലെ തന്നെ ഡോക്ടർ അരുൺ സഖറിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘവും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പക്ഷെ അവർ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. അല്പസമയത്തിനകം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഒരു മയക്കുവെടി വെക്കേണ്ട സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ആന ഇതുവരെ ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഉപദ്രവം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ആന ഏത് വഴിയാണോ വന്നത് ആ വഴി തിരിച്ചു പോകുന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ആന ചൂട് കൂടുമ്പോൾ ആനക്ക് മതപ്പാട് വരാനുള്ള ഒരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആന കൂടുതൽ വയലന്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഉദ്യോഗസ്ഥർ നമ്മളോട് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. ആന ഈ വരുന്ന വഴിയിൽ ചാരായം, അത് പലയിടങ്ങളിലായിട്ട് ചാരായം കലക്കി വെച്ചത് കുടിച്ചിട്ടുണ്ട്. അതാകാം ആന ഈ രീതിയിൽ ഇപ്പോൾ പെരുമാറുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ രാവിലെയൊക്കെ ഈ രീതിയിലുള്ള ഒരു മതപ്പാട് ആന പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അത് ആന ഇപ്പൊ നമ്മുടെ ക്യാമറക്ക് മുന്നിലേക്ക് ആന വരികയാണ്. ആന ഇപ്പോൾ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരികയാണ്. ഇപ്പോൾ ആന ജനവാസ മേഖലയിലാണ് വന്നിട്ടുള്ളത്. മെയിൻ റോഡിലാണ് ഇപ്പോൾ ഉള്ളത്. ദൃശ്യങ്ങൾ കിട്ടുമോ എന്ന്
കൃത്യതയില്ല, കാരണം ഇവിടെ റേഞ്ചിന്റെ പ്രശ്നമുണ്ട്. പക്ഷെ ആന ഇപ്പോൾ ഇതാ ജനവാസ മേഖലയിലാണ് ഇപ്പോൾ ഉള്ളത്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ആളുകൾ നിൽക്കുന്ന ഇടത്തേക്ക്, അതായത് റോട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിന്നും 2 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞ ആന ഇതാ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ എത്തി നിൽക്കുന്നു. ഇവിടെ നിന്നും നേരെ ആന വന്ന വഴിക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നതെങ്കിൽ സേഫാണ് കാര്യങ്ങൾ. അതിനപ്പുറത്ത് മറിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ഈ നിയന്ത്രിക്കുന്ന ആന വന്ന വഴിക്ക് ഉള്ളത്. ഇവിടെ നിന്നും 2 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞ ആന ഇതാ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ എത്തി നിൽക്കുന്നു. ഇവിടെ നിന്നും നേരെ ആന വന്ന വഴിക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നതെങ്കിൽ സേഫാണ് കാര്യങ്ങൾ. അതിനപ്പുറത്ത് മറിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. ആ മേഖലയിലേക്ക് ഓൾറെഡി ഈ മയക്കുവെടി വെക്കേണ്ട സംഘവും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പോയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ അവിടെ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആന ഇപ്പോൾ വന്ന വഴിക്ക് തന്നെ കാട് തിരിച്ചു കയറുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ആശ്വാസം നിറഞ്ഞ ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മൾ അല്പം DFOയോടും പോലീസോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ അവർ പറഞ്ഞത് അതുപോലെ തന്നെയാണ്. കാരണം നിലവിൽ ഒരു ആശങ്കയ്ക്കിടയില്ല. കാരണം ആന തിരിച്ചു വന്ന വഴി തന്നെ തിരിച്ചു കയറുകയാണെങ്കിൽ ആന കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും. ഇപ്പോൾ ഈ വന്ന വഴി തന്നെയാണ് തിരിച്ചു പോകുന്നത് എന്നത് ഏറെ ആശ്വാസം നിറഞ്ഞ കാര്യമാണ്. ആളുകളെ സംബന്ധിച്ച് ഈ പകൽ സമയമായതുകൊണ്ട് വീട്ടിന്റെ മുറ്റത്തേക്കും അതുപോലെ തന്നെ ഈ റോഡിലേക്കും ഇറങ്ങുന്നതാണ് ചെറിയ രീതിയിൽ ആശങ്കക്കിടയാക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും ആന ഇപ്പോൾ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അതുകൊണ്ട് നേരിയ ആശ്വാസമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ ഇനി 2 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇവിടെ നിന്നും കാട്ടിലേക്കുള്ളൂ. അതുകൊണ്ട് ഒരു പക്ഷേ ഇപ്പോൾ ഇനി കൂടുതൽ മറ്റ് സംവിധാനങ്ങളുടെ ആവശ്യം ഉണ്ടാകില്ല. കാരണം ഇനി 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ആന വന്ന വഴിയിലേക്ക് തന്നെ തിരിച്ചു പോകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം ഈ നാട്ടുകാരൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. നാട്ടുകാരെല്ലാവരും ഉണ്ട്. അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട്, വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരുണ്ട്, പിന്നെ പോലീസുണ്ട്, RRT സംഘമുണ്ട്. അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പം ഈ DFOയുടെ നേതൃത്വത്തിലുള്ള സംഘം, സിദ്ദീഖിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഓൾറെഡി ഈ മയക്കുവെടി വെക്കുന്ന സംഘവും അതുപോലെ തന്നെ ചില ഉദ്യോഗസ്ഥരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഈ ജീപ്പിൽ ഈ കാട് ആരംഭിക്കുന്ന ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. കാരണം കൃത്യമായിട്ട് ആന കാട്ടിലേക്ക് തന്നെയാണോ കയറി പോവുക എന്നത് നിരീക്ഷിക്കുവാൻ വേണ്ടി. അതോടൊപ്പം തന്നെ ആനയുടെ കൂടെ മറ്റൊരു 4 അംഗ സംഘവും ഉണ്ടായിരുന്നു. കാരണം ആനയുടെ റൂട്ട് ഏതാണെന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ ആന ഇന്ന് പുലർച്ചെ ഏത് വഴിയാണോ വന്നത്, അതായത് പുലർച്ചെ 2 മണി 3 മണി സമയത്താണ് ആന വന്നിട്ടുണ്ടായിരുന്നത്. CCTV ദൃശ്യങ്ങളിൽ അത് വ്യക്തവുമാണ്. അപ്പോൾ ആന വന്ന ഉണ്ടായിരുന്നു. കാരണം ആനയുടെ റൂട്ട് ഏതാണെന്ന് മനസ്സിലാക്കാൻ അപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ ഇന്ന് പുലർച്ചെ ഏത് വഴിയാണോ വന്നത്, അതായത് പുലർച്ചെ 2 മണി 3 മണി സമയത്താണ് ആന വന്നിട്ടുണ്ടായിരുന്നത്. CCTV ദൃശ്യങ്ങളിൽ അത് വ്യക്തവുമാണ്. അപ്പോൾ ആന വന്ന കാൽപ്പാടുള്ള അതേ ഇടത്തുകൂടെ തന്നെയാണ് ആന തിരിച്ചു പോകുന്നത് എന്നുള്ളതാണ് ഏറെ ആശ്വാസം നിറഞ്ഞിട്ടുള്ള കാര്യം. നമുക്കറിയാം ഇന്ന് ഓണമാണ്, അവധിയാണ്. വലിയ രീതിയിൽ ആളുകൾ വിരുന്ന് വന്നതും അല്ലാതെ ഇവിടെയുള്ള ആളുകളും ഒക്കെ തന്നെ ഉണ്ട്. എല്ലാവർക്കും അവധിയൊക്കെ ആയതുകൊണ്ട് വലിയ രീതിയിൽ ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഈ റോട്ടിലും അതുപോലെ തന്നെ വീടുകൾക്ക് മുൻപിലും ഒക്കെ ആയിട്ട് വലിയ രീതിയിൽ ആളുകളുണ്ട്. അപ്പോൾ അതാണ് വലിയ രീതിയിൽ ആശങ്കയ്ക്ക് ഇടയാക്കിയത്. കാരണം ആദ്യം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരുന്നത് ആനയെ പരമാവധി വൈകുന്നേരം ആകുന്നത് വരെ തന്നെ ആ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിർത്താൻ വേണ്ടിയിട്ടായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എങ്ങനെയും അത് പുറത്ത് കടക്കുന്നത് പരമാവധി തടയുക എന്നതായിരുന്നു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യം. പക്ഷേ ആന വെയിൽ കനത്തപ്പോൾ അല്ലെങ്കിൽ അതിന് മതപ്പാട് ഇളകി അത് പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഇനി അത് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും നടത്താതെ അല്ലെങ്കിൽ അപകടങ്ങളൊന്നും ഉണ്ടാക്കാതെ നേരെ തിരിച്ച് കാട്ടിൽ കയറുക എന്നുള്ളതായിരുന്നു പിന്നെ ഈ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച അവർക്ക് മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി. അത് ഏറെക്കുറെ ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. വിശ്രമിക്കൂ. ഷഹദിന്റെ ശബ്ദത്തിലേക്ക് ഇതപ്പോൾ മനസ്സിലാവുന്നുണ്ട്. തിരുവോണ ദിവസം കോഴിക്കോട് പേരാമ്പ്രയെ വിറപ്പിച്ച് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും ആന വന്ന വഴിയെ തിരിച്ചു പോകുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഷഹദ് റഹ്മാൻ നൽകിയത്.